ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ അവസാനത്തെ മൂന്നാമത്തെ മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടക്കും. ഈ മത്സരം കൂടി വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനാകും ശ്രീലങ്ക ശ്രമിക്കുക. എന്നാൽ ഈ ഒരു മത്സരം ജയിച്ച് പരമ്പര സമനിലയിലാക്കാനാകും ഇന്ത്യയുടെ ശ്രമം. ആദ്യത്തെ മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും രണ്ടാമത്തെ മത്സരം 32 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ശ്രീലങ്ക 1-0 ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിക്കാൻ ശ്രീലങ്കയും ഇന്ത്യയും ഒരുപോലെ ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഒരു തീപാറുന്ന പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വെന്യൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബാറ്റിങ്ങും ബൗളിങ്ങും അനുകൂലിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. എന്നാൽ ഫാസ്റ്റ് ബൗളേഴ്സിന് അധികം അനുകൂലിക്കുന്ന പിച്ചല്ല. സ്പിന്നേഴ്സിനെ കൂടുതൽ അനുകൂലിക്കുകയും അവർക്ക് കൂടുതൽ വിക്കറ്റ് കിട്ടാനും സാധ്യതയുള്ള പിച്ച് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുവന്നത്. മൊത്തം 137 മത്സരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ 81 മത്സരങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തവരും 56 മത്സരങ്ങൾ രണ്ടാമത് ബാറ്റ് ചെയ്തവരുമാണ് വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ടോസ് നേടി ശ്രീലങ്ക ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടുത്തെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 242 ഹയസ്റ്റ് സ്കോർ 375 അത് ഇന്ത്യയാണ് നേടിയിട്ടുള്ളത്. ഇവിടെ ലോവസ്റ്റ് സ്കോർ 50-10 ശ്രീലങ്കയുടേതായിരുന്നു സ്കോർ. ഇന്ത്യൻ ടീമിനെ ഒന്ന് വിലയിരുത്തുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ടീം കുറച്ച് ദുർബലരായോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോ അവരുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആകുന്നില്ലേ എന്ന ഒരു സംശയവും വരുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും മിഡിൽ ഓർഡർ തീരെ ദുർബലരാണ് എന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മ നല്ല രീതിയിൽ അറ്റാക്കിംഗ് പ്ലേ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം തന്നെ ഒരു ഡിഫൻസീവ് പ്ലേ ആണ് ചെയ്യുന്നത്. ഗില്ല് 44 പന്തുകളിൽ നിന്നാണ് 35 റൺ കഴിഞ്ഞ കളികൾ എടുത്തിരുന്നത്. വിരാട് കോഹ്ലി ആകട്ടെ 19 ബോളുകളിൽ നിന്ന് 14 റൺസും. വാഷിങ്ടൺ സുന്ദർ 40 പന്തുകളിൽ നിന്നാണ് 15 റൺസ് നേടിയത്. ഒരു 4 ഒരു 6 ഒന്നുമില്ലാത്ത ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം. രാഹുലും ദുബൈയും ഡക്കൗട്ടും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്ക സംഖ്യയിൽ അപ്പുറത്താവുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ കുറച്ചുകൂടി ശക്തരായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. 2020 ഒരു പ്രകടനം ഇന്ത്യക്ക് ഏകദിനത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുതന്നെ ബൗളിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ ബൗളിങ്ങിൽ സ്പിന്നിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. വാഷിങ്ടൺ സുന്ദറും കുൽദീപ് യാദവും അക്സർ പട്ടേലും ഒഴിച്ചാൽ അതുപോലെ പെർഫോം ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സ്പിന്നർ കൂടി ഇന്ത്യക്ക് വേണം. കാരണം ഇത് സ്പിന്നിനെ മൊത്തത്തിൽ അനുകൂലിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ കുറച്ചുകൂടി സ്പിന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്ത്യയുടെ പ്ലേയിങ് 11 നിലവിൽ ഇതാണ്: രോഹിത് ശർമ്മ, ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ദുബെ, അക്സർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാണ്. ബെഞ്ച് പ്ലെയേഴ്സായിട്ട് പന്ത്, പരാഗ്, ഖലീൽ അഹമ്മദ്, എച്ച്റാണ്. അവസാന മത്സരമായതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ചാൻസ് കൊടുക്കുമെന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഈ ഒരു കളി വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ ജയിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇന്ത്യക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും അതുപോലെ ഗൗതം ഗംഭീറിനും ഉള്ളത്. പരാഗിന് സ്പിന്ന് എന്നുള്ള നിലയിൽ ചിലപ്പോൾ ഒരു ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുബൈ ആയിരിക്കുമോ മാറുക എന്താണെന്നുള്ളത് നാളെ കണ്ടറിയാം. ശ്രീലങ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വാൻഡർസയെ പോലെ ഒരു ബൗളറെ കൊണ്ടുവന്നത് തന്നെയാണ് ശ്രീലങ്കയ്ക്ക് ഒരു വിജയമായി കൈവന്നത്. കാരണം ഇത്രയും വളരെ ശക്തമായ ഒരു ബൗളറെ ഹസരംഗയ്ക്ക് പകരം കിട്ടി എന്നുള്ളത് ശ്രീലങ്കയെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ശ്രീലങ്കയുടെ പ്ലേയിങ് 11 ഇത് തന്നെയായിരിക്കും: നിസംഗ, ഫെർണാണ്ടോ, K മെന്തിസ്, സമരവിക്രമ, അസലങ്ക, ലിയാംഗെ, വെല്ലങ്കെ, മെന്തിസ്, ധനഞ്ജയ, വാന്ദർസെ, ഫെർണാണ്ടോ എന്നിവരായിരിക്കും. ഈ ഒരു പ്ലേയിങ് 11 വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. കഴിഞ്ഞ കളിയിൽ തന്നെ വാന്ദർസെ 6 വിക്കറ്റുകളും അസലങ്ക 3 വിക്കറ്റുമാണ് നേടിയത്. ഇന്ത്യയെ മൊത്തത്തിൽ പുറത്താക്കിയത് യഥാർത്ഥത്തിൽ വാന്ദർസയുടെ പന്തുകൾ തന്നെ എന്ന് തന്നെ പറയാം. സോ എന്തായാലും നാളെ 2:30 മണിക്ക് കളി കാണാം. എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ ടീമിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ രീതികൾ ഇന്ത്യൻ ടീമിൽ കാണാം എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.